Welcome to next lecture, sequences and series of functions. Okay. Suppose sequence fn for n equal to 1, 2, 3, etc. is a sequence of functions defined on a set E, and suppose that the sequence of numbers fn of x converges for every element x belong to E, then the function f defined by f of x is equal to limit n tends to infinity fn of x where x belong to E is called a limit or the limit function of sequence fn. Here we say that sequence fn converges to f pointwise on E if equation 1 holds. Okay, അത് equation 1 holds. ഇപ്പോൾ എന്താ നമുക്കൊന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. So suppose you have a sequence of functions fn. ഒരു എഫ് എന്നുള്ളൊരു സീക്വൻസ് ഉണ്ട് വിചാരിക്കും. F1, F2, എക്സെട്ര എല്ലാം ഓരോ ഫങ്ഷൻസ് ആണ്. ഈ എല്ലാ ഫങ്ഷൻസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിം ഡൊമൈനിലാണ്, ഒരു സെറ്റ് ഇയിലാണ് എല്ലാ ഫങ്ഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു അസംഷൻ ഉണ്ട്. എന്താ? അസ്യൂം ദാറ്റ് suppose that the sequence of numbers fn of x converges for every element x belong to E. Okay, so നമുക്കൊരു സീക്വൻസ് fn ഉണ്ട്, നമുക്ക് ഡൊമൈൻ ആയിട്ടുണ്ട് ഇ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് യു ടേക്ക് എൻ എക്സ് ഫ്രം ഇ, ഒരു എക്സ് ഇയിൽ നിന്ന് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എഫ് എൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ സീക്വൻസ് fn of x, f1 at the point x, f2 at the point x, അങ്ങനെ f3 at the point x, അങ്ങനെ x എന്നുള്ള പോയിൻ്റുള്ള f1, f2, f3, f4 എക്സെട്ര എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടും. അതൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറയണേ. ഓക്കെ, ഇനി ആ സീക്വൻസ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന fn of x എന്നുള്ള ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് വിചാരിക്കാൻ കൂടെ പറയുകയാണ്. ഫോർ എവറി എക്സ്, ഇയിൽ നിന്ന് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോയിൻ്റ് അല്ലേ, സപ്പോസ് നമുക്ക് ഇത് എക്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് നോട്ടാണ് ആദ്യം എടുത്തതെങ്കിൽ fn of x നോട്ട് ഇതൊരു കൺവേർജസ് ടു സം വാല്യൂ ബി നോട്ട് ആണെന്ന് വിചാരിക്കൂ. ഇതുപോലെ തന്നെ ഇഫ് യു ടേക്ക് എൻ x1 എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് പറയാം. ഓക്കെ, സോ എക്സ് നോട്ടിൽ സപ്പോസ് ഈ സീക്വൻസ് ബി നോട്ട് എന്നുള്ള വാല്യൂ കൺവേർജ് ചെയ്തു. യു ടേക്ക് x1 ഫ്രം ഇ, സപ്പോസ് കൺവേർജ് ചെയ്യുന്നത് B1ലേക്കാണെന്ന് വിചാരിക്കുക. ഇതുപോലെ x2 ഇന്ന് എടുത്താൽ സപ്പോസ് കൺവേർജ് ചെയ്യണത് B2ലേക്കാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ എന്തുണ്ട്, നമുക്ക് കൺവേർജൻസ് ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ സംഭവം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നോക്കി. ഇയിൽ നിന്ന് x0 എടുത്താൽ x0 കറസ്പോണ്ടിങ് ആയിട്ടൊരു B0 കിട്ടുന്നു. x1 എടുത്താൽ x1 കറസ്പോണ്ടിങ് ഒരു B1 കിട്ടുന്നു. x2 എടുത്താൽ x2 കറസ്പോണ്ടിങ് ഒരു B2 കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾ ഈ എന്നുള്ള സെറ്റിൽ ഏതൊരു വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് വേറൊരു നമ്പർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. എങ്ങനെ? ഇയിൽ നിന്ന്. കാരണം നമുക്ക് ഇയിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും ഇമേജ് ഉണ്ടല്ലോ. B0, B1, B2 ഒക്കെ ഏതെടുത്താലും കറസ്പോണ്ടിങ് അവിടുത്തെ ഇമേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, നമുക്ക് ഒരു ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഒരു കൺസെപ്റ്റ് കിട്ടുക. ഇതെങ്ങനെയാണ് വരണ്ടാവുക? നിങ്ങൾ ഇയിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ യു ടേക്ക് എനി എക്സ് ഫ്രം ഇ, then you are getting a value. You take any x0 from E, you are getting a value B0. If you take x1 from E, x1. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് നോക്കൂ, ഇറ്റ് കൺസിഡർ ഫംഗ്ഷൻ എഫ് ഫ്രം ഇ, ബിക്കോസ് ഇയിൽ നിന്ന് ഏതെടുത്താലും നമുക്ക് വാല്യൂ ഉണ്ട്. എഫ് ഇയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആക്കുക. ഡിഫൈൻഡ് ബൈ എങ്ങനെ, ഹൗസ് ഇറ്റ് ഡിഫൈൻഡ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു എക്സ് എടുത്തു. എന്താ എഫ് എക്സിൻ്റെ വാല്യൂ? എക്സ് എന്നുള്ള ഈ വാല്യൂ സീക്വൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന കൺവേർജൻറ്റ് ലിമിറ്റ് fn of x ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. അങ്ങനത്തെ ആയത് അപ്പോൾ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് fn of x നോട്ട് ആയിരിക്കും. അപ്പോൾ fn of x നോട്ട് ആയിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക, B0ലേക്ക് കൺവേർജ് ചെയ്യും. B0ലേക്ക് കൺവേർജ് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്നുള്ള സെറ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫംഗ്ഷൻ എന്തായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയാണ്. ഇഫ് യു ആർ ഗിവൺ വിത്ത് എ സെറ്റ് ഇ ആൻഡ് യു ആർ ഗിവൺ വിത്ത് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് fn ഡിഫൈൻഡ് ഓൺ ഇ, ആൻഡ് ഇഫ് ഫോർ എവറി x belong to E, if the sequence fn of x
converges, then we can say that there exists a function f from E to R defined by f of x is equal to limit n tends to infinity fn of x. ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. സോ പറഞ്ഞേക്കുന്നത് ഒന്നുകൂടെ നോക്കൂ. സപ്പോസ് വി ഹാവ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എഫ് എൻ defined on a set E, and suppose that a sequence of numbers fn of x, suppose a sequence of functions of sequence fn ഉണ്ട്, എല്ലാം E എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ സപ്പോസ് ദാറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് fn of x എക്സ് കൊടുക്കുമ്പോൾ fns എല്ലാം നമുക്ക് എന്ത് വരും, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വരും. സപ്പോസ് ഇറ്റ് കൺവേർജസ് ഫോർ എവറി എലമെൻറ്റ് എക്സ് ബിലോങ് ടു വി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പറയണേ f of x is equal to limit n tends to infinity fn of x. Okay, now this is called the limit function of sequence fn. Here we say that ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് വരുന്നതുകൊണ്ട് we say that sequence fn converges to f pointwise on E. ഓരോ എക്സ് എടുക്കുമ്പോഴും സീക്വൻസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു, പോയിൻറ്റേഴ്സ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നു. Now go see the what is next. So if sigma fnx converges for every x belong to E, and if we define f of x is equal to sigma fnx, then the function f is called the sum of the series sigma fn. സാധാരണ സീരീസിൻ്റെ കൺവെർജൻസ് പോലെ ഇവിടെ ഒരു സീരീസ് എന്തെടുക്കണു, ഫങ്ഷൻസിൻ്റെ സീരീസ് എടുക്കണു. ഫംഗ്ഷൻ്റെ സീരീസ് എടുത്തിട്ട് ആ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ കൺവേർജ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ എഫ് ആണ് ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മളെന്ത് പറയും, ആ എഫിനെ സം ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ സീരീസ് ഓഫ് ഫംഗ്ഷൻ സീരീസ്, സാധാരണ ഒരു സീരീസിൻ്റെ കൺവേർജൻസ് നമ്മൾ ഉപയോഗിക്കാറ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഉള്ള കൺസെപ്റ്റാണ്. അതുതന്നെയാണ് ഇവിടെയും വരുന്നുണ്ടാവുക. ഓക്കെ. Now see the example 7.2. അപ്പോൾ അതിന് മുന്നുള്ളൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. The main problem arises is to determine whether important properties of functions are preserved under limit operations. അപ്പോൾ ലിമിറ്റ് നമ്മൾ കൊടുക്കാൻ നേരത്ത് മാത്തമാറ്റിക്സിൽ കുറേ പ്രോപ്പർട്ടീസ് ലിമിറ്റ് വരുമ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അത് നമുക്ക് ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ലിമിറ്റും ഇൻ്റഗ്രേഷനും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ലിമിറ്റും ഡെറിവേറ്റീവ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞു സെയിം ആണോ, അതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലിമിറ്റും സെയിം ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ 7.2 സെക്ഷൻ വളരെ എളുപ്പമാണ്, ഒന്ന് മൈൻഡ്ഫുൾ ആയിരിക്കാമെന്ന് മാത്രം. സി എക്സാമ്പിൾ 7.2 ടു ഷോ ദാറ്റ് ലിമിറ്റ് പ്രോസസ് കനോട്ട് ഇൻ്റർചേഞ്ച് ഇൻ ജനറൽ. സോ രണ്ട് വേരിയബിളിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ, ഡബിൾ സീക്വൻസ്. സോ കൺസിഡർ ദ ഡബിൾ സീക്വൻസ് എസ് എം എൻ ഇസ് ഈക്വൽ ടു എം ബൈ എം പ്ലസ് എൻ. എം ബൈ എം പ്ലസ് എന്നുള്ളൊരു ഡബിൾ സീക്വൻസ് കൺസിഡർ ചെയ്യുക. ബിക്കോസ് ഈ സീക്വൻസിലെ എലമെൻറ്റ് എമ്മും എന്നും വേരിയേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എം ഈക്വൽ ടു 1 2 3 എക്സെട്ര, എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഫോർ എ ഫിക്സഡ് എൻ, സോ നമ്മൾ ആദ്യം എൻ ഫിക്സ് ചെയ്യുകയാണ്. എന്നെ ഫിക്സ് ചെയ്തിട്ട് നൗ യു വേരി എം. എൻ ഇസ് ഫിക്സ്ഡ്, നൗ യു വേരി എം. എം ഇൻഫിനിറ്റി കൊണ്ടുപോകും. സോ വാട്ട് ഹാപ്പൻസ്, സോ ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി എം ബൈ എം പ്ലസ് എൻ ആവും അല്ലേ. പിന്നെ എന്ത് സംഭവിക്കാൻ നോക്കൂ, നമ്മൾ താഴെയും മുകളിൽ, അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എം വെച്ച് ഡിവൈഡ് ചെയ്യണു. സോ വിൽ ഗെറ്റ് എം ബൈ എം പ്ലസ് എന്തായി മാറും, 1 ബൈ എൻ പ്ലസ് എം ആയി മാറും. ഓക്കെ, ആസ് എം ഗോസ് ടു ഇൻഫിനിറ്റി ഇതെന്തായി മാറും, ഡിനോമിനേറ്റർ 1 + 0 ആവും. ഡിനോമിനേറ്റർ ഓൾട്ട് 1 ആണ്. സോ ലിമിറ്റിംഗ് വാല്യൂ എന്തായി കിട്ടും, 1 കിട്ടും. ദഫോർ ലിമിറ്റ് എൻ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ലിമിറ്റ് എം ഇൻഫിനിറ്റി കൊണ്ടുപോയി. ഇനി അതിന് ശേഷം എൻ ലിമിറ്റ് കൊണ്ടുപോകാം. ദഫോർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി limit m tends to infinity smn is equal to limit n tends to infinity 1, that is equal to 1. സോ ആദ്യം എം ഇൻഫിനിറ്റി കൊണ്ടുപോയി കിട്ടുന്ന റിസൾട്ടിൽ എൻ ഇൻഫിനിറ്റി കൊണ്ടുപോയി നോക്കുക. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഫോർ എവറി ഫിക്സഡ് എം, ഇനി തിരിച്ച് എം ഫിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ ഇൻഫിനിറ്റിയിൽ കൊണ്ടുപോകുക. ദഫോർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി smn is equal to ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എം ബൈ എം പ്ലസ് എൻ. സോ ന്യൂമറേറ്ററിൽ എന്നില്ല, എം മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിലാണ് എൻ ഉള്ളത്. സോ എൻ ഇൻഫിനിറ്റി പോയാൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഇസ് ഓൾവേസ് 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, സോ ഇപ്പോൾ എൻ ഇൻഫിനിറ്റി പോകുമ്പോൾ SMN 0 ആയി കിട്ടി. ഇനി അതിലെന്ത് ചെയ്യുക, എം ഇൻഫിനിറ്റി കൊണ്ടുപോയി നോക്കുക. അപ്പോൾ ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി SMN എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കൽ 0 ആയ സാധനം പിന്നെ ഏത് ലിമിറ്റ് കൊടുത്താലും അത് 0 തന്നെയാണല്ലോ, അല്ലെങ്കിൽ 0 ആണ്. അവിടെ നിന്ന് നേരത്തെ നമുക്ക് കിട്ടിയ 1 ആയിരുന്നു, ഇവിടെ നമുക്ക് 0 ആണ് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി SMN ഇസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി SMN. സോ ജനറലി നമുക്ക് ഡബിൾ സീക്വൻസ് ഒക്കെ വരുമ്പോൾ ആദ്യം രണ്ടും അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ലിമിറ്റ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. Now see the next example, 7.3. To show that the convergent series of continuous functions may have a discontinuous sum. സോ നമുക്കൊരു കൺവേർജൻറ്റ് സീരീസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ സീരീസ് ഓഫ് ഫംഗ്ഷൻസിൽ എല്ലാ ഫംഗ്ഷനും എന്താണ്, കണ്ടിന്യൂസ് ആണ്. പക്ഷേ അതിൻ്റെ ലിമിറ്റ് കണ്ടിന്യൂസ് ആവണമെന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. നോക്കുക, എഫ് എൻ ഓഫ് എക്സ് നോക്കൂ. എക്സ് സ്ക്വയർ ബൈ 1 + എക്സ് സ്ക്വയർ ഹോൾ റേസ് ടി എന്താണ് എഫ് എൻ ഓഫ് എക്സ്. സോ F1 എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് സ്ക്വയർ ബൈ 1 + എക്സ് സ്ക്വയർ. F2 എന്താ, എക്സ് സ്ക്വയർ ബൈ 1 + എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. എന്നിൻ്റെ വാല്യൂ ആണ് അവിടെ മാറ്. ഇവിടെ ഒരു n നമുക്ക് കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. സോ as n varies the function varies. So what is f of x? Convergent എന്ന് പറഞ്ഞാൽ നമുക്ക് f of x എക്സിസ്റ്റ് ചെയ്യും. സോ f of x is equal to sigma n equal to 0 to infinity fn of x. ഓക്കെ, അപ്പോൾ എന്താ വരിക, n equal to 0 to infinity എക്സ് സ്ക്വയർ ബൈ 1 + എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n ആയി മാറി. നോക്കുക, എല്ലാ എഫിനും കണ്ടിന്യൂസ് ആണല്ലോ. ബിക്കോസ് വൈ എല്ലാം എങ്ങനെയാണ്, എല്ലാ എഫ്എനുകളും കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്, 1 + എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ എടുത്ത് എന്ത് തന്നെയാണ്, അതും കണ്ടിന്യൂസ് ആണ്. സോ ഏത് എഫ് എൻ ഓഫ് എക്സ് എടുത്താലും ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. കാരണം ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരുന്നില്ലല്ലോ, 1 + എക്സ് സ്ക്വയർ അല്ലേ. ഇത് ഒരിക്കലും 0യോ നോട്ട് ഡിഫൈൻഡോ വരുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ സിഗ്മ n equal to 0 to infinity fn of 0 ആണ് അല്ലേ. എഫ് എൻ ഓഫ് 0 എന്താ, എഫ് എൻ ഓഫ് 0 ആലോചിച്ചു എന്താ നോക്കൂ. ഇതാണ് എഫ് എൻ ഓഫ് എക്സ് കാണുന്നത്. എഫ് എൻ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് യുവർ എഫ് എൻ ഓഫ് എക്സ്. സോ വാട്ട് ഇസ് എഫ് എൻ ഓഫ് 0? Put x equal to 0. So this is equal to 0 when x is equal to 0. x 0 ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, സോ എഫ് എൻ ഓഫ് 0 ആകുമ്പോൾ എഫ് ഓഫ് 0 എന്താ, സിഗ്മ n equal to 0 to infinity fn of 0 that is equal to 0. ഓക്കെ, ഇനി എക്സ് 0 അല്ലെങ്കിലോ, എക്സ് 0 അല്ലെങ്കിൽ now you see this particular series and x is not equal to 0. ഓക്കെ, n equal to 0 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് അതിൻ്റെ ഡിനോമിനേറ്റർ 1 ആവും. പിന്നെ എന്ത് വരും, n equal to 1 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1 + എക്സ് സ്ക്വയർ. പിന്നെ എക്സ് സ്ക്വയർ ബൈ 1 + എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കോമണായി പുറത്തേക്ക് എടുത്താൽ യു വിൽ ഗെറ്റ് converge geometric series. Okay, so when x not equal to series, the series is converging geometrically. Yeah, it is being explained here. നോക്കിയാൽ മനസ്സിലാവും. സിഗ്മ എഫ് എൻ ഓഫ് എക്സ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു 1 + എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 1 + 1 + എക്സ് സ്ക്വയർ പ്ലസ് 1 + എക്സ് സ്ക്വയർ എക്സെട്ര ആണ്. സോ ജോമെട്രിക് പ്രോഗ്രഷൻ വിത്ത് a equal to 1, കോമൺ റേഷ്യോ 1 + എക്സ് സ്ക്വയർ. സോ സം എന്താവും, a/1 - r. ഓക്കെ, സോ ദിസ് ഇസ് ദ സം. ഓക്കെ, സോ യൂസിങ് ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, ഇത് 1 + എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിലേക്കാണ് എക്സ് 0 അല്ലെങ്കിൽ കൺവേർജ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. സോ വാട്ട് ഇസ് ദ ലിമിറ്റിംഗ് ഫംഗ്ഷൻ? എക്സ് 0 ആകുമ്പോൾ 0 അല്ലെങ്കിൽ 1 + എക്സ് സ്ക്വയർ. സോ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ കിടക്കണ്ടാവുക, 1 + എക്സ് സ്ക്വയർ y = എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഒരു യൂണിറ്റ് മുകളിലേക്ക് ഉയർത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. സാധാരണ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ നമ്മുടെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്ത് പോയെങ്കിൽ 1 + എക്സ് സ്ക്വയർ ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊങ്ങി നിൽക്കും. സോ ദിസ് ഇസ് 1 + എക്സ് സ്ക്വയർ. ഇനി എക്സ് 0 ആകുമ്പോൾ ഇവിടെ വരും. സോ 0യിൽ വാല്യൂ ഇല്ല, 0യിൽ ഇവിടെ 0യിൽ വാല്യൂ ഇല്ല. ആ വാല്യൂ എന്താണ്, ആ വാല്യൂ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ 0യിലെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഉണ്ടോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് കൊടുത്താലും എന്താവില്ല, ലിമിറ്റ് ഇല്ല. മീറ്റിംഗ് വാല്യൂ 1ലേക്കാണ് പോകണ്ടാവുക. എക്സ് 0ലേക്ക് പോകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഇങ്ങോട്ട് പോകും, 1ലേക്ക് പോകും. പക്ഷേ 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്തല്ല, 1 അല്ല. അതുകൊണ്ട് 0യിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ എല്ലാ എഫൻസും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ലിമിറ്റിംഗ് വാല്യൂ എന്താവണമെന്നില്ല, കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഓക്കെ, ഫൈൻ. Now example 7.4 നോക്കൂ. m equal to 1, 2, 3 etc. Put fm of x is equal to limit n tends to infinity cos m factorial pi x whole raised to 2n. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് ശരിക്കും ഒന്നുകൂടെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. കോസ് ഫംഗ്ഷനാണ്, ആംഗിളിൻ്റെ സ്ഥലത്ത് വരുന്ന എന്താ, എം ഫാക്ടോറിയൽ പൈ എക്സ് എന്നൊരു നമ്പറാണ്, പവർ 2n ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോസിൻ്റെ വാല്യൂ +1 -1 ആണ് പൈയുടെ മൾട്ടിപ്പിളിൽ വരിക. അപ്പോൾ എം ഫാക്ടോറിയൽ എക്സ് ഇൻറ്റീജർ ആവുകയാണെങ്കിൽ ഒന്നെങ്കിൽ കോസ് എന്താവും, +1 -1 ആവും. ഏത് വന്നാലും പവർ 2n ആയത് കാരണം എന്തായി മാറി, എപ്പോഴും അത് 1 ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എം ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഇൻറ്റീജർ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ലിമിറ്റ് എഫ് എം ഓഫ് എക്സ് എന്ത് കിട്ടും, എപ്പോഴും 1 കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇൻറ്റീജർ അല്ലെങ്കിലോ, എം ഫാക്ടോറിയൽ എക്സ് ഇൻറ്റീജർ അല്ലെങ്കിൽ
കോസിൻ്റെ വാല്യൂ എപ്പോഴും ഇറ്റ് വിൽ ബി സം നമ്പർ ലൈങ് ബിറ്റ്വീൻ +1 ആൻഡ് -1. പിന്നെ ഹോൾ റേസ് ടു n അല്ലേ കിടക്കുന്നത്. എന്തായാലും 1ന് താഴെയുള്ള നമ്പർ അല്ലേ 0യ്ക്കും 1നും ഇടയ്ക്കല്ലേ വരിക. കാരണം മൈനസ് ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്ക് പോകും. പിന്നെ അത് ഒരു പവർ n വരുമ്പോൾ n goes to infinity വാല്യൂ ആയി ചെറുതായിട്ട് 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കും. Therefore we have fm of x is equal to 1 if m factorial x is an integer and fn of x is equal to 0 if m factorial x is not an integer. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ അല്ലെങ്കിൽ കിട്ടി. ഇനി ഇൻറ്റിജർ അല്ലാത്ത പോയിന്റുകൾ നോക്കുക. നമുക്ക് ആകെപ്പാടെ കുറേ റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, ഇടയിലുള്ള വാല്യൂസൊക്കെ. ഇറാഷണൽ നമ്പേഴ്സാണ്. എക്സ് ഇറാഷണൽ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഉറപ്പായിട്ട് ആ വാല്യൂ എന്ത് കിട്ടും? നേരത്തെ 0 പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി സം വാല്യൂ ലൈങ് സ്ട്രിക്ട്ലി ബിറ്റ്വീൻ -1 ആൻഡ് +1 cos m factorial by x. ഇനി സ്ക്വയർ വരുമ്പോൾ ഇറ്റ് വിൽ ബി സം വാല്യൂ ലൈങ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഇനി as you take the power to infinity, it obviously will go to 0. So if x is irrational, then fm of x is equal to 0. Okay, so f of x is equal to 0. x റാഷണൽ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. x റാഷണൽ ആണെങ്കിൽ m ഫാക്ടോറിയൽ പൈ എക്സ് ആണ്. സോ m ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ആണ് ഇൻറ്റീജറിൻ്റെ കാര്യം നോക്കണേ. അപ്പോൾ ഇത് നോക്കി, m ഫാക്ടോറിയൽ ഇപ്പോൾ p/q ഫോമിലാണ് വിചാരിക്കുക. സോ ഇഫ് x is rational, say x equal to p/q, where p and q are integers, then m ഫാക്ടോറിയൽ x ഇങ്ങനെ വരും അല്ലേ, m ഫാക്ടോറിയൽ ഇൻറ്റു p/q ആവും. ഇത് ഈ m എന്നുള്ളത് ക്യൂവിനേക്കാളും വലുതാണെങ്കിൽ ഇതെന്താവും? ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതൊരു ഇൻറ്റിജറായി മാറും. മനസ്സിലായോ? m ഫാക്ടോറിയൽ ഇൻറ്റു p/q എന്നുള്ളത് ആ m എന്ന് പറഞ്ഞ നമ്പർ ക്യൂവിനേക്കാളും വലിയൊരു നമ്പറാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് പോവും. ഓക്കെ, അതുകൊണ്ട് എന്തായി മാറും? ആ സ്ഥലത്ത് അത് ആംഗിളിൻ്റെ സ്ഥലത്ത് ഇൻറ്റിജർ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി f of x എന്തായി മാറും? 1 ആയി മാറും. അപ്പോൾ നമുക്ക് f of x ഇങ്ങനെ തിരിക്കാം. f of x ഉണ്ടോ? ഇറ്റ് വിൽ ബി 0 when x is irrational and equal to 1 if x is rational. കാരണം ഉറപ്പായിട്ടും ആസ് m goes to infinity, ഉറപ്പായിട്ടും അത് ഏത് റാഷണൽ നമ്പർ എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ ഒരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അതിനേക്കാൾ അത് ഉറപ്പായിട്ടും വലുതായി പൊക്കോളൂല്ലോ ഈ സാധനം. ഓക്കെ, അപ്പോൾ ഒരു ഇതുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും എന്താവും? ഇത് റാഷണൽ വാല്യൂ ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ അവിടെ എന്തായി മാറിക്കോളും? 1 ആയിക്കോളും. Therefore ഉണ്ടോ? സോ നോക്കി, therefore ലിമിറ്റ് m going to infinity, ലിമിറ്റ് n going to infinity, cos m factorial by x എന്താണ്? It will be 0 if x is irrational and 1 if x is rational. ഓക്കെ, റാഷണൽ ആണെങ്കിൽ 1ഉം ഇറാഷണൽ ആണെങ്കിൽ 0 കിട്ടും. Thus we have obtained. അപ്പോൾ നമുക്ക് എന്താ കിട്ടി നോക്കി? എക്സ് ഇറാഷണൽ 0, റാഷണൽ 1 എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഡെറിഷ്ലേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണത്. സോ ഡെറിഷ്ലേറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ആ ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. അതിൻ്റെ പ്രത്യേകത. കാരണം എന്താ? ലോവർ സം എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് 0 കിട്ടും, അപ്പർ സം എടുക്കുമ്പോൾ എപ്പോഴും ആ ഇൻ്റർവെൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് റീമാൻ ഇൻറ്റഗ്രബിൾ അല്ലാതെ വരാനുള്ള കാരണം. പക്ഷേ കോസ് എം ഫാക്ടോറിയൽ പൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് കേട്ടോ. അത് കാരണം കോസ് ഫംഗ്ഷനല്ലേ, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആംഗിൾ പവർ കൊടുത്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ആ സീക്വൻസ് എല്ലാ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഒരു ക്ലോസ് ലെവൽ എ ബിയിൽ അത് ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആൻഡ് ക്ലോസ് ലെവൽ എ ബി എന്താണ്? റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. പക്ഷേ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എന്തല്ല? റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. സോ അതും ഒരു കൗണ്ടർ എക്സാമ്പിളാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഒരു സീക്വൻസ് കൺസിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താവണമെന്നില്ല? റീമാൻ ഇൻറ്റഗ്രബിൾ ആവണമെന്നില്ല. Okay, now see next example. Fn of x is equal to sin nx by root n. Fn of x is equal to sin nx by root n. X belong to R, n is equal to 2, etc. And f of x is equal to limit n tends to infinity fn of x. So f of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണല്ലോ, അത് നമുക്കറിയാം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് മോഡ് എഫ് എൻ ഓഫ് എക്സ് നോക്കുക. മോഡ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് സൈൻ എക്സ് ബൈ റൂട്ട് എൻ ആണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ റൂട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 ബൈ റൂട്ട് എൻ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി 0ക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ സപ്പോസ് വി ഹാവ് ഫംഗ്ഷൻ കോൾഡ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് 0 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? എഫ് ഓഫ് എക്സ് 0 എന്നൊരു കോൺസ്റ്റന്റ് 0 ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എപ്പോഴും തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ എന്ത് ചെയ്തേക്കണം? തന്നെ ഡെറിവേറ്റീവ് എടുത്തു. നമ്മൾ ആദ്യം ലിമിറ്റ് കണ്ടുപിടിച്ചു കണ്ടോ, നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 0 എന്ന് കിട്ടി. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ലിമിറ്റ് ഓഫ്, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ തിരിച്ചാലോചിച്ച് നോക്കണം.
ഡെറിവേറ്റീവ് എടുക്കണം ഫംഗ്ഷൻ്റെ സീക്വൻസുകളുടെ, എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ച് വേണം. അതിന് സെയിം ആണെന്ന് നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് നോക്കി എഫ് എൻ ഓഫ് എക്സ് നമുക്കറിയാം. എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് 1/√n ഇൻറ്റു കോസ് എൻ എക്സ് ഇൻറ്റു എന്ന് കിട്ടി. √n കോസ് എൻ എക്സ് എന്ന് കിട്ടും. കണ്ടോ, എഫ് എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിച്ചപ്പോൾ √n കോസ് എൻ എക്സ് എന്ന് കിട്ടി. ബിക്കോസ് ഈ ഇവിടെ √n ഇവിടെ √n കൂടെ ക്യാൻസൽ, ഇവിടെ റൂട്ട് കിട്ടും. √n കോസ് എൻ എക്സ് കിട്ടും. ഓക്കെ, എന്താണ് എഫ് എൻ ഡാഷ് ഓഫ് 0? എഫ് എൻ ഡാഷ് ഓഫ് 0 എന്നാൽ എന്താ വരുന്നുണ്ടാവുക? എഫ് എൻ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ √n ഇൻറ്റു കോസ് 0 എന്ന് വരും. അതായത് √n വരും. അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ 0 എന്നുള്ള പോയിന്റിലാണ് എല്ലാ കാര്യം നോക്കുന്നത് അല്ലേ. ഓക്കെ, സോ എഫ് എൻ ഡാഷ് ഓഫ് 0 ഗോസ് ടു 0, എഫ് എൻ ഡാഷ് ഓഫ് 0 ഗോസ് ടു ഇൻഫിനിറ്റി, വെറാസ് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. കണ്ടോ, എഫ് എൻ ഡാഷ് ഓഫ് 0 ഇങ്ങോട്ട് പോയി ഇൻഫിനിറ്റിക്ക് പോയി. പക്ഷേ എഫ് ഡാഷ് ഓഫ് 0 എന്തായി 0. അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഡാഷ് ഓഫ് 0 ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 0 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് നീഡ് നോട്ട് ബി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ്. അവിടെ ഒരു പോയിന്റിൽ മാത്രം വെരിഫൈ ചെയ്താൽ മതിയില്ല. ഒരു പോയിന്റിൽ സെയിം അല്ലെങ്കിൽ മൊത്തത്തിൽ ഫംഗ്ഷൻ സെയിം അല്ല എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ലിമിറ്റ് ഓഫ് ഡെറിവേറ്റീവ് നീഡ് നോട്ട് ബി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ലിമിറ്റ് എന്നുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Now see the next example. Example 7.6. So let fn of x is equal to n square x into 1 minus x square whole raised to n. Fn of x is equal to n square x into 1 minus x square into whole raised to our function, where x varies between 0 and 1. Okay, n equal to 1, 2, 3, etc. Now when x is equal to 0, x is 0 ആണെങ്കിൽ fn of x എന്ത് വരും? 0 ആയിരിക്കും. ബിക്കോസ് ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് 0 ആയിരിക്കും. fn of x 0 ആണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് 0 എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് 0 എന്ന് വെച്ചാൽ എഫ് ഓഫ് 0 0 ആണ്. ഓക്കെ, എക്സ് 1 ആണല്ലോ. എക്സ് ഈക്വൽ ടു 1 എന്ത് സംഭവിക്കുക? എക്സ് ഈക്വൽ ടു 1 എഫ് എൻ ഓഫ് 1 എന്താ? എൻ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ. ഇവിടെ നമുക്ക് എക്സ് ഉള്ളതുകൊണ്ടേ എക്സ് 1 എടുത്താൽ ഇവിടെ എന്ത് കിട്ടും? n സ്ക്വയർ x ഇൻറ്റു 1 ഇൻറ്റു 0 എന്ന് കിട്ടും. അത് 0 ആയി പോകും. ഓക്കെ, ഫൈൻ. സോ എക്സ് ഇസ് ഈക്വൽ ടു 1, എഫ് എൻ ഓഫ് 1 എന്താ? 0 ആണ്. സോ എഫ് ഓഫ് എക്സ് എന്താ? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ആണ്. അപ്പോഴും സോ എഫ് ഓഫ് 0 എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് 1 നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് 0ക്കും 1നും ഇടയ്ക്കാണ് എക്സ് വേരി ചെയ്യണമെങ്കിലോ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു റേഷ്യോ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ പ്ലസ് 1 ഓഫ് എക്സ് ബൈ എഫ് എൻ ഓഫ് എക്സ് ചെയ്തു. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ പ്ലസ് 1 ഓഫ് എക്സ് എഴുതി, എഫ് എൻ ഓഫ് എക്സ് എഴുതി, നമ്മൾ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ലിമിറ്റ് നോക്കുമ്പോൾ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. സോ ഫോർ എനി എക്സ് കമ്മിങ് ബിറ്റ്വീൻ 0 and 1 വി ഗോട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആൻഡ് റേഷ്യോ ടെസ്റ്റ് എന്ത് കിട്ടി? വി ഗോട്ട് ഇറ്റ് ആസ് 1 മൈനസ് എക്സ് സ്ക്വയർ. 1 മൈനസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് ഉറപ്പായിട്ട് സം വാല്യൂ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, സോ 1 മൈനസ് എക്സ് സ്ക്വയർ is always less than 1 എന്ന് കിട്ടും. സിൻസ് 0 x less than 1 ആയതുകൊണ്ട്. therefore by ratio ടെസ്റ്റിൽ ഈ റേഷ്യോ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സീക്വൻസ് 0ൽ കൺവേർജ് ചെയ്യുന്ന അർത്ഥം. therefore by ratio test the sequence f n of x converges to 0. അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, therefore f of x is equal to 0 ഫോർ എവറി x belong to 0 and 1 അല്ലേ. 0ക്കും എക്സിൻ്റെ ഇടയിൽ നിന്ന് എക്സ് എടുത്താൽ ലിമിറ്റിംഗ് ഫംഗ്ഷൻ 0 ആണ്. 0ൽ ലിമിറ്റിംഗ് വാല്യൂ 0 ആണ്. 1ലെയും എഫിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ 0 എന്ന് കിട്ടി. ഓക്കെ, നമ്മളിവിടെ ഇൻ്റഗ്രേഷനും ലിമിറ്റ് നോക്കണം കേട്ടോ. സോ 0 to 1 എഫ് എൻ ഓഫ് എക്സ് ടി എക്സ് എന്താണെന്ന് നോക്കുക, ഇൻ്റഗ്രൽ വാല്യൂ. നമ്മളിപ്പോൾ ആദ്യം ലിമിറ്റിംഗ് വാല്യൂ ചെയ്തപ്പോൾ 0 എന്ന് കിട്ടി. സോ ഇനി അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഉറപ്പായിട്ടും 0 ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ചെയ്തത് എന്താ? ഇപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് ഫംഗ്ഷൻ 0 എന്ന് കിട്ടി. ഇനി ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് എടുത്ത് എന്ത് കിട്ടും? നമുക്ക് ഉറപ്പായിട്ടും 0 കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. നോക്കട്ടെ നമുക്ക്. സോ 0 to 1 എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ് നോക്ക്. സോ 0 to 1 എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0 to 1 n square x into 1 minus x square whole raised to dx is equal to ഇങ്ങനെ കിട്ടും നമുക്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടേക്കിംഗ് n സ്ക്വയർ കോമൺ പുറത്തേക്ക് മാറ്റുക, x into 1 minus x square whole raised to dx എന്നാക്കുക. ഇത് നമ്മൾ സാധാരണ പോലെ നമ്മുടെ യൂഷ്വൽ ഡെറിവേറ്റീവ് എടുക്കണം. നമ്മൾ u ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ u ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ you will get all those things and finally you will get the value as n square by 2 into n plus 1 എന്ന് കിട്ടി. n square divided by 2n plus 1 നമുക്ക്
2n+1 അല്ല 2 × n+1 കിട്ടും. ഓക്കെ, ഏത് ഇൻ്റഗ്രേഷൻ വാല്യൂ. ഇനി ലിമിറ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യൂ. അപ്പോൾ ലിമിറ്റ് n → ∞ 0 to 1 fn of x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n → ∞ n² / 2 × n+1 എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n → ∞ 1 നമ്മൾ സാധാരണ നമ്മൾ ലിമിറ്റ് കാണുന്ന പോലെ n² കൊണ്ട് താഴെ മുകളിൽ ഡിവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇൻഫിനിറ്റി അല്ല 1 എന്നെ ആസ് n goes to 0. ഓക്കെ, ഈ ഇൻഫിനിറ്റിയിലേക്ക് പോകാനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയുണ്ടോ? ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ നമുക്ക് കിട്ടി, ഇൻഫിനിറ്റി കിട്ടി. പക്ഷേ ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് എന്താ? ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് നോക്കൂ, നേരത്തെ 0 എന്ന് കിട്ടിയായിരുന്നത് 0 തന്നെയാണ്. സോ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഈസ് നോട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ്. ഒന്ന് 0യും ഒന്ന് ഇൻഫിനിറ്റിയും ആണ്. ദെർഫോർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ നീഡ് നോട്ട് ബി ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് ഇൻ ജനറൽ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീസ് ജനറലി ഏതൊക്കെ കാര്യത്തിൽ ട്രൂ ആവുക, ഏതൊക്കെ ട്രൂ ആവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, യൂണിഫോം കൺവേർജൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡീൽ ചെയ്യാം.